ഹായ് ഓൾ, സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ പെട്ടെന്ന് ഒരു സ്വീറ്റ് റെസിപ്പി പറഞ്ഞു തരട്ടെ. പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആണ് കേട്ടോ. നോർമലി നമ്മളൊരു ഹെവി മീൽ അല്ലെങ്കിൽ ഒരു സ്പൈസി മീലൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സ്വീറ്റ് ക്രേവിംഗ് ഉണ്ടാവില്ലേ? നോർമലി വി യൂസ് ടു ഹാവ് ചോക്ലേറ്റ്സ് ആൻഡ് ഓൾ. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഈ ഒരു സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇത് സ്വീറ്റ് മാത്രമല്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാം. നമുക്ക് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയാലോ എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. ഡേറ്റ്സ് വേണം, പീനട്ട് ബട്ടർ വേണം, ഏത് ബ്രാൻഡിൻ്റെങ്കിലും പീനട്ട് ബട്ടർ, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്, നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താലും മതി, വൈറ്റ് ചോക്ലേറ്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ക്രഷ് ചെയ്ത പീനട്ട്സ് ആണ് വേണ്ടത് കേട്ടോ. ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ്സിനെ ഡീസീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡേറ്റിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡിനെ മാറ്റുക കേട്ടോ. ഓരോ ഡേറ്റിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള സീഡിനെ മാറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഏത് ബ്രാൻഡിൻ്റെ പീനട്ട് ബട്ടറും എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് ഡേറ്റ്സിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അതായത് 1/4 മതിയാവും, അതല്ലെങ്കിൽ ഉള്ളിൽ നിൽക്കുന്ന എത്രയാണോ അത്രയും ഉള്ളിലേക്ക് വയ്ക്കുക. അതിനുശേഷം മെൽറ്റഡ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുക, ക്രഷ്ഡ് പീനട്ട്സിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു ബൗളിലേക്ക് അതിനെ മാറ്റുക കേട്ടോ. അങ്ങനെ ഓരോ ഡേറ്റ്സിനെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ബൗളിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം അതിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഓവർനൈറ്റാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. മിനിമം ഒരു 6 hours എങ്കിലും ഫ്രീസ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ എടുത്തു. ഇനി ഇത് അതേപോലെ വേണമെങ്കിൽ കഴിക്കാം, അതല്ല ഒന്ന് ച്യൂവബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെളി വെച്ചിട്ട് കഴിക്കാം കേട്ടോ. നമ്മുടെ സ്നിക്കേഴ്സ് ഒക്കെ ഇല്ലേ, ആ സ്നിക്കേഴ്സിൻ്റെ ഒരു ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് നോക്കൂ കേട്ടോ. താങ്ക്